അയ്യപ്പ സംഗമം നടത്തുന്നത് നല്ലതാണോ? നല്ലതാണ്. കാരണം അല്ല, ഈ കോടികൾ ചെലവഴിച്ച് നടത്തുന്നതിനെ കുറിച്ച് ചില വിമർശനങ്ങളുണ്ട്. അതിനെ കുറിച്ച് എന്താ പറയുന്നത്? ഞങ്ങൾ എല്ലാ ദിവസവും ഇവിടെ വരുന്നതാണ്, തൊഴണതാണ്. അയ്യപ്പ സംഗമം നല്ലത് തന്നെയാണോ? കോടികൾ മുടക്കി ഇപ്പൊ വില കുറയുന്നില്ല, പക്ഷെ കോടികൾ മുടക്കി അയ്യപ്പ സംഗമം നടത്തുന്നത് അത് നല്ലതല്ല, അത്ര നല്ലതല്ല. നമ്മളെ ഇവിടെ കിടക്കുന്ന നക്ഷത്രക്കാരാണ്. ഭക്തന്മാരെ പിടിക്കാൻ വേണ്ടി അല്ല അവര് ഇതിനു വേണ്ടി അവര് ചെയ്യണം. അവർക്ക് കോടികൾ കിട്ടാൻ വേണ്ടി അവര് ചെയ്യണം, അല്ലാതെ നമുക്കൊന്നുമില്ല. ഇതുകൊണ്ട് വലിയ ഗുണമുണ്ടോ അയ്യപ്പ സംഗമം? ഗുണമൊന്നുമില്ല. എന്തോന്നും ഗുണം? അവർക്ക് കാണുമായിരിക്കാൻ, നമുക്കില്ല. BJP പേടിച്ചാണോ അയ്യപ്പ സംഗമം നടത്തുന്നത് പിണറായി? അതെനിക്കറിയില്ല. അല്ല, ഈ പോലീസിന്റെ കൊള്ളലാഭം കാണിക്കുന്നതിനോടാണ് ഞാൻ പറഞ്ഞു. അമ്മ കാണിക്കാൻ മുഖത്തെ കോടികൾ ചെലവഴിച്ച് അയ്യപ്പ സംഗമം നടത്തുന്നത് നല്ലതാണോ? അതൊക്കെ തെറ്റി. അതായത് ഇലക്ഷൻ 9 വർഷമായിട്ട് നടത്താത്തത് കാരണം ഇലക്ഷനാകുമ്പോൾ പലതും കാട്ടിക്കൂട്ടുമാര് അടുത്ത കസേരയ്ക്ക് വേണ്ടി പലതും കാട്ടിക്കൂട്ടും. അതിനുവേണ്ടി അപ്പോൾ ജനങ്ങൾ അതുപോലെ മട്ടത്തരം അങ്ങനെ ആവരുത്. ഇനിയെങ്കിലും വേണം നമ്മൾ അവർ 5 വർഷം ഭരിച്ചോട്ട്, ഇവർ 5 വർഷം ഭരിച്ചോട്ട്, മറ്റൊരു 5 വർഷം അങ്ങനെ പോട്ടെ. അതിനാ ഒരു ത്രില്ലുള്ളൂ. ഇല്ല തുടർന്ന് ഇവരങ്ങ് ഭരിച്ചാൽ അത് ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കണില്ലല്ലോ സാറേ. ഇവിടെ ജനങ്ങളൊന്നും മനസ്സിലാക്കണില്ല. ഞാനൊരു പ്രവാസിയാണ്. എവിടെയായിരുന്നു വിദേശത്ത്? ഞാൻ ലുലുവിലായിരുന്നു, അബുദാബി ലുലുവിലായിരുന്നു. ഞാൻ 21 വർഷം പ്രവാസിയാണ്. ഇവിടെ വന്ന ശേഷമുള്ള ഇവിടുത്തെ മാറ്റങ്ങളും കേരളത്തിന്റെ അവസ്ഥ എങ്ങനെയാണ്? അയ്യോ, ഇവിടുത്തെ ഞാനൊരു കുക്കാണ്. അതൊന്നും ഞാൻ നോക്കാറില്ല. പിന്നെ അതെല്ലാം ഭാര്യയ്ക്ക് വിട്ടുകൊടുത്തിരിക്കണം. ഞാൻ ആടുകളക്കാരെ അന്വേഷിക്കാറില്ല. 9 വർഷമായിട്ടില്ലാത്ത സംഗമങ്ങൾ ഇപ്പോൾ നടന്നു. അതൊരു ഇലക്ഷൻ സ്റ്റണ്ടായിട്ട് തോന്നുന്നുണ്ടോ? അതെന്തിനാണ് ഇപ്പൊ കൊണ്ടുവരണം? ഒരു ഒറ്റ ജാതി എന്ന് പറഞ്ഞ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞത് അതിന്റെ ഒരു ആവശ്യമില്ല. എല്ലാവരും ജീവിക്കാം, ജാതി മതമൊന്നും ഇല്ലാതെ അല്ലേ? അങ്ങനെ ഒരു ചിന്ത ഇല്ലാതെ എല്ലാം പൊളിറ്റിസൈസ് ചെയ്യണം അല്ലേ? ഇതൊരു ഇലക്ഷൻ സ്റ്റണ്ടാണോ എന്ന് തോന്നുന്നു. ഇതൊക്കെ ഇലക്ഷൻ ഇല്ല, അവരേതായിട്ടുള്ള ആ കാര്യങ്ങൾ അവര് മുന്നിട്ട് അങ്ങോട്ട് കൊണ്ടുപോകണം. ആ ഒരു ഇതാണ് ഇലക്ഷൻ ഇല്ല, അവരെ സംഘം ആ ഇതായിട്ടുള്ളതാണ്, അല്ലാതെ വേറെ ഒന്നും ആയിട്ടില്ല. താങ്കൾക്ക് തോന്നുന്നത്? അതേ അഭിപ്രായം തന്നെ. ഗുണമല്ല. എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം അനുസരിച്ച് ഞാനൊരു ഭക്തയാണ്. ഞാനിപ്പോൾ ആറ്റുകാലിൽ പോയി ഞാനിത് ഈ അമ്പലത്തിലൊന്ന് തൊഴുതു. അപ്പം ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ഫണ്ടുകൾ പാപങ്ങൾക്ക് വേണ്ടി, അതായത് വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുക, വിവാഹം കഴിക്കാൻ പാടില്ലാത്ത ഇരിക്കുന്നവർക്ക് വിവാഹം കഴിച്ചു കൊടുക്കാനുള്ള സഹായം ചെയ്യുക, ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുക, ഇങ്ങനെയൊക്കെ ചെയ്ത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണമെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. കോടികൾ മുടക്കി ചെയ്യുന്നതിനോട് യോജിപ്പുണ്ടോ? ഇല്ല. അതാ പറഞ്ഞു. അപ്പോൾ ഈ ശരിക്കും നിരീശ്വരവാദിയായ സർക്കാരിനോട് എനിക്ക് യാതൊരു അനുകമ്പയും ഇല്ല. അയ്യപ്പനോടുള്ള ഭക്തി ഭയങ്കരമായി. ഞാനിപ്പോൾ 2 മാസം കഴിഞ്ഞ് ഞാൻ പോകും, ശബരിമല പോകും. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കില്ല. അല്ല, എന്റെ കുഞ്ഞിലെ ഒരു 3ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന പോയിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ പോകുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈശ്വരഭക്തി അയ്യപ്പനായിട്ടുള്ള ഭയങ്കര ഓവർ ഈശ്വരഭക്തിയുള്ള വ്യക്തിയാണ്. അയ്യപ്പനുമായിട്ടുള്ള ഭക്തിക്ക് എത്ര വർഷത്തെ പഴക്കമുണ്ട്? അത് ഞാൻ കുഞ്ഞിലേ മുതൽ എൻ്റെ അച്ഛനും പണ്ട് ഇങ്ങനെ മടങ്ങാതെ ശബരിമല പോകുന്ന ഒരാളായിരുന്നു. ഇഷ്ടദൈവം അയ്യപ്പനാണോ? ഇഷ്ടദൈവം കൃഷ്ണനാണ്. ഇന്ന് വൈകിട്ട് ഞാൻ ഗുരുവായൂർ പോകണം, ഏകാദശി തൊഴാൻ. ഓക്കെ, ഇപ്പോൾ ഇവിടെ പൊടിയിട്ടോടെ ഇരിക്കുകയല്ലേ. പെൻഷൻ തന്നെ നമുക്ക് തരണത് തന്നെ എത്രയും മാസത്തെ കുടിശ്ശിക കിട്ടാണ്ട്. പിന്നെ ഇപ്പോൾ ഇലക്ഷനൊക്കെ അടുത്ത് പറഞ്ഞിട്ടാണ് ഇപ്പം ഈ ഓണത്തിന് 2 മാസത്തെ കിട്ടി, അല്ലെങ്കിൽ 1 മാസത്തെ പൈസ. അതും വയസ്സായവർക്ക് 1600 രൂപ കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ എൻ്റെ അമ്മയ്ക്കൊക്കെ അവർക്ക് 80 വയസ്സ്, ആരുമില്ല, ആണുങ്ങൾ ആരുമില്ല. ഞാൻ ഒരു മോള് മാത്രമേ ഉള്ളൂ. എൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ 5-6 മാസം കൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും 3200 കിട്ടി. എൻ്റെ അമ്മയ്ക്ക് കിട്ടിയത് വെറും 2. ബാലൻസ് കേന്ദ്രം കൊടുക്കുന്നതിട്ട് അവിടെ ഒരുപാട് കുടിശ്ശിക കിടക്കണം, അമ്മയ്ക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞ അയ്യപ്പ സംഗമം നടത്തുന്നത് അത് നമുക്കെന്തരല്ല. അയ്യപ്പ സംഘം നടത്തി അവർക്കൊക്കെ കോടികൾ കിട്ടും, നമുക്കെന്തൊരു കിട്ടായി? നമുക്ക് എച്ചിൽ വാരിയെ തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ ശരിക്കും ഒരു യഥാർത്ഥമുള്ള അയ്യപ്പ സംഗമമാണോ ഇത്? യഥാർത്ഥ ഭക്തന്മാരെ അങ്ങനെ സംഗമം നടത്തിയാൽ കിട്ടുമോ? ഭക്തന്മാർ സംഗമത്തിൽ കിട്ടാൻ ചാൻസ് കുറവാണ്. ഭക്തന്മാരാണെങ്കിൽ അവരെയൊക്കെ ഇതായിട്ട് അവരുടെ മനസ്സിൽ വരണമല്ലോ. നമ്മൾ അവരെ ഇതാക്കാൻ പറ്റത്തില്ലല്ലോ അല്ലേ? അവർക്ക് വേണോ ഇതാവണമെന്നുള്ളത് അവരുടെ മനസ്സിൻ്റെ ഇതാണ്. അപ്പം ആരും പറഞ്ഞു കൊടുത്ത് ഭഗവാനെ ആരും പ്രാർത്ഥിക്കാൻ പോകില്ല. അത് നമ്മുടെ മനസ്സിലുള്ളത്. നിരീശ്വരവാദിയായ മുഖ്യമന്ത്രി ഭരിക്കുന്ന ഈ സർക്കാർ ഇങ്ങനെ അയ്യപ്പ സംഗമം നടത്തുന്നത് തന്നെ ഒരു പ്രസക്തി ഇല്ലാത്തതല്ലേ? എന്തോന്നു? അങ്ങനെയാണ് തോന്നുന്നത്. എന്താണ് ഇതിൻ്റെ അവരുടെ ഉള്ളടക്കം നമുക്ക് മനസ്സിലാവുന്നില്ല. അവരെന്തുദ്ദേശമാണ് ചെയ്യുന്നതെന്ന്. അതുപോലെ ഈ ദേവസ്വം ബോർഡ് നമ്മൾ ഭക്തർക്ക് കൈമാറണം തോന്നുന്നുണ്ട്. അതൊരു പൊളിറ്റിക്കൽ പാർട്ടി അല്ലെങ്കിൽ ആൾക്കാർ ഭരിക്കുന്ന ഒരു സ്ഥാപനമാവാതെ ദേവസ്വം ബോർഡ് ഭക്തർക്ക് കൈമാറേണ്ടതല്ലേ? എന്ത് തോന്നുന്നു മാഡത്തിൻ്റെ ഒരു അഭിപ്രായം? ദേവസ്വം ബോർഡ് എന്ന് പറയുമ്പോൾ അതിപ്പോൾ സർക്കാരാണല്ലോ അതിന് കൈ കടത്തി വെച്ചിരിക്കുന്നത്.
അത് മാറ്റണ്ടേ? അത് മാറ്റണം. പക്ഷെ അതിനു വേണ്ടി ആൾക്കാർ വേണമല്ലോ. അതിനു വേണ്ടി മറ്റുള്ള ആൾക്കാർ അതിന് വേണ്ടിയിട്ട് നിന്നാലല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. തീർച്ചയായും. കറക്റ്റായിട്ട് അമ്പലത്തിലെ കാര്യങ്ങൾ ഇപ്പോൾ ദേവസ്വം ബോർഡ് വന്നതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. ഓരോ അമ്പലത്തിലും നമ്മളിപ്പം അവർക്ക് കാശ് കൊടുത്താൽ മാത്രമേ നമുക്ക് പ്രസാദം കയ്യിൽ കിട്ടുന്നുള്ളൂ. കാശ് കയ്യിലില്ലാത്തവന് പ്രസാദം ഇല്ല. കാശുള്ളവനാണെങ്കിൽ അവന് വലിയ തുമ്പലയിൽ പ്രസാദം കൊടുക്കും. ഒരു ഗുണമില്ല. നിരീശ്വരവാദികൾ നടത്തിയാൽ ഒന്നും നടക്കില്ല. ദൈവവിശ്വാസമുള്ളവർ നടത്തിയാൽ അതിനൊന്നും നടത്തണമെന്നില്ല. എല്ലാം ദൈവവിശ്വാസം. ഇപ്പം ഭരിക്കുന്ന അതേ നിരീശ്വരവാദിയാണ്. അവരൊക്കെ തോന്നുന്നു അല്ലാണ്ട് ഗവൺമെൻറ്റിന് സപ്പോർട്ടായിട്ട് ദേവസ്വം ബോർഡ് ശരി, ദേവസ്വം ബോർഡ് പിരിച്ചുവിട്ട് ഭക്തജനങ്ങൾക്ക് സൗകര്യം അവരുടെ കയ്യിൽ കൊടുക്കണം. അല്ലാതെ ദേവസ്വം ബോർഡിലും യൂണിയനുണ്ട്. അത് ഈ പാർട്ടിക്കാരുടെ ഈ ഭരിക്കുന്ന പാർട്ടി അത് ആ രീതിയിലേ പോകുന്നത്. അത് ശരിയല്ല. ഭക്തർക്ക് സ്വാതന്ത്ര്യമുള്ള എല്ലാം മറ്റു മതങ്ങളിൽ അങ്ങനെയല്ലേ? അതുപോലെ ഹിന്ദു മതത്തിലും വേണ്ട. ഹിന്ദു മതത്തിൽ മാത്രം ഇത്ര പ്രത്യേകത എന്ത്? എല്ലാം ദേവസ്വം ബോർഡിനും ഇങ്ങനെ ഒരു ദേവസ്വം ബോർഡേ വേണ്ട, പിരിച്ചു വിടണം. അതിൽ കുറേ ആൾക്കാരുണ്ട് പണം ഉണ്ടാക്കി ജീവിക്കുന്നത്. സാധാരണക്കാരൻ ദേവസ്വം ബോർഡിന് ഒരു പ്രയോജനമില്ല. പിരിച്ചു വിടണം. ഭക്തജനങ്ങളുടെ രീതിയിൽ ആറ്റുകാൽ നടക്കുന്ന ഓരോ ട്രസ്റ്റ് നടത്തിയാൽ മതിയല്ല, ഒരു പ്രശ്നം വരില്ല. ദേവസ്വം വേണം, ഭക്തന്മാർ നടത്തണം. അല്ല, ഇത് ദേവസ്വം ബോർഡിൽ തന്നെ ഉണ്ട് കുറേ അഴിമതിയേ ഉള്ളൂ. നിരീശ്വരവാദികളാണ് ദേവസ്വം ബോർഡിൽ ഉള്ളത്. ഗവൺമെൻറ് സപ്പോർട്ട്, ഗവൺമെൻറ് ഭരിക്കുന്ന ഗവൺമെൻറ് എന്ന് ജനങ്ങളുടെ ഒന്നും ചോദിക്കുന്നില്ലല്ലോ. അവരുടെ ഇഷ്ടപ്രകാരം നടത്തും. അവർക്ക് ദൈവവിശ്വാസമില്ല. പിന്നെ എന്തിനാണ് ഈ ഒരു വകുപ്പ് ദേവസ്വത്തിന് ഈ ഗവൺമെൻറ്റിന് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ദേവസ്വം ബോർഡിൽ CPM-ൻ്റെ അനുകൂല പാർട്ടിയില്ലേ? എന്തിനു വയ്ക്കണേ? അവർക്ക് വിശ്വാസമില്ലല്ലോ. പിന്നെ എന്തിനാണ് അവരെ പാർട്ടി ആക്കുന്നത്? സാധാരണ ജനങ്ങളുടെ അവിടെ ഒന്നും വേണ്ട, പാർട്ടിയേ വേണ്ട. ദൈവത്തിൻ്റെ കാര്യത്തിൽ തുല്യരാണ്. പാവപ്പെട്ടവർക്ക് ഒരു ഇതുമില്ല. ദേവസ്വം ബോർഡേ വേണ്ട. എന്തിനാണ്? പണമുള്ളവന് സുഖിക്കാൻ ഒരു മന്ത്രി, അതിൻ്റെ ഒരു നേതാവ് എല്ലാം അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ദേവസ്വം ബോർഡിൻ്റെ ഭരണകക്ഷി അവർ അമ്പലത്തിൻ്റെ അമ്പലവാസികളെ തീരുമാനിക്കണം. അവർ ഭക്തിയുള്ളവരായിരിക്കണം. അങ്ങനെയൊക്കെ ഭരണത്തിന് അനുമതി കൊടുക്കാവൂ. അല്ലാതെ ഭക്തി ഇല്ലാത്തവരെ പിടിച്ച് ദേവസ്വം ബോർഡിൽ അവിടെ കയറ്റി അവർക്ക് തോന്നുന്നു അല്ലാതെ എന്തെല്ലാം അഴിമതി നടക്കണേ. അന്ന് മന്ത്രി അമ്പലത്തിൽ വന്നൊരു തൊഴുതാ, ഏത് മന്ത്രിയായിരുന്നു? ദേവസ്വത്തിലെ ഒരു മന്ത്രി, കടകംപള്ളിയും മാത്രമല്ല വേറെ മന്ത്രിയുണ്ട്. അവർ വന്നിട്ട് അമ്പലത്തിൽ വന്നിട്ട് അവർ കാലുമൊക്കെ എടുത്ത് കച്ച് ഇങ്ങനെയല്ല നിന്നത്. അതാണ്. അതേസമയം മറ്റു മതത്തിൽ എന്തെങ്കിലും കാണിച്ചാൽ അവരെല്ലാം ഒറ്റക്കെട്ടായിട്ട് ഹിന്ദു മതം അങ്ങ് താറുമാറായി പോകണം. ഈ അമ്പലത്തിൻ്റെ ഗവൺമെൻറ്റിനും ഈ ഹിന്ദുക്കളുടെ അമ്പലത്തിലെ വരുമാനത്തിലാണ് നോട്ടം. അവരൊക്കെ ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിൽ ഇടപെടാൻ ഗവൺമെൻറ്റിന് അമ്പല കാര്യത്തിൽ ഇടപെടാൻ പാടില്ല. അതെന്തിനാ അവരിടണം? പണം പൈസ ഉള്ളത് ശബരിമലയിൽ കോടിക്കണക്കിന് കിട്ടുകയല്ലേ, അവർ വെട്ടിക്കല്ലേ. ആ ദേവസ്വം ബോർഡല്ലേ എടുക്കണം. ദേവസ്വം ബോർഡ് ഗവൺമെൻറ് പറയും പോലെയാണ്. അങ്ങനെ അത് പാടില്ല. ഒന്നും ചെയ്യൂല. അവരെ ഭരണമല്ലേ, അതുകൊണ്ട് ഒന്നും ചെയ്യില്ല. അതാണ് പറയുന്നത്. ജനങ്ങൾക്ക് ഇല്ല. ജനങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ അവർക്കെതിരെ ആക്ഷൻ എടുക്കും. മുഖ്യമന്ത്രി തന്നെ മുഖ്യമന്ത്രിയുടെ തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ അവർക്കെതിരെ അവരപ്പടി ജയിലിലിടും. ഇതാണ് നിയമം. എന്തോന്ന് ജനാധിപത്യ ഭരണമല്ലേ? ജനങ്ങൾക്കൊന്നും അഭിപ്രായം പറഞ്ഞൂടെ? അവരെ പാർട്ടിയിലുള്ള ഏകാധിപത്യ ഭരണമാണ് ഇപ്പം നടക്കണം. എന്നിട്ട് വീണ്ടും ജനങ്ങളിത് മറന്നു. വോട്ടെടുക്കില്ല. ഇലക്ഷൻ വരുമ്പം കുറേ ആനുകൂല്യങ്ങളും കറക്റ്റായിട്ട് കിറ്റ് കൊടുക്കുക മാത്രമല്ല, പെൻഷനും എല്ലാം കറക്റ്റായിട്ട് കൂട്ടിയും കൊടുക്കും. ഇപ്പം കൂട്ടി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കൂട്ടുന്നില്ല. ഇലക്ഷൻ അടുപ്പിച്ചു കൊടുക്കും. അപ്പോൾ അവർക്ക് വീണ്ടും കയറാം. അത് ജനങ്ങൾ മണ്ടരെന്ന് അവർക്കറിയാം. അന്ന് പരിപാടി കൂടുതലും അത് തന്നെയാണ്. അവരുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടത്താനുള്ള പരിപാടിയാണ് ഇതൊക്കെ നടത്തുന്നത്. 9 വർഷമായിട്ട് നടത്താത്ത ഈ അയ്യപ്പ സംഗമം ഇപ്പം നടത്തുന്നതിന് പിന്നിൽ അത് തന്നെ ഇത് കാരണം ഒരു അയ്യപ്പ സംഗമത്തിലൂടെ ഉള്ള വോട്ടാണോ അവരുടെ ലക്ഷ്യം? ഇത്തവണ ഒന്നും അങ്ങനെയൊന്നും ലക്ഷ്യമൊന്നും നോക്കണ്ട. ഹിന്ദുക്കൾ അതിൽ വീഴുവോ? വീഴാതിരുന്നാൽ കൊള്ളാം. നമുക്ക് രക്ഷപ്പെടേണ്ട. അവിടെ ചാൻസ് ഉണ്ട്, ഇല്ലെങ്കിൽ അതില്ല. ചേട്ടൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഒരു അയ്യപ്പ സംഗമത്തിൻ്റെ ആവശ്യമുണ്ടോ? ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ പാടികൾ ചിലവാക്കാൻ പൈസ ഉണ്ടെങ്കിൽ എങ്ങനെ വേണോ ചെയ്യാം. അല്ല, കോടികൾ മുടക്കുന്ന പാവപ്പെട്ടവർക്ക് ഉന്നമനത്തിന് കൊടുക്കണ്ടേ? അത് ഒന്നും ഇവിടെ പാവപ്പെട്ടവരൊന്നും ഇവിടെ വേണ്ടല്ല. തൊഴിലാളി വർഗ പാർട്ടിയല്ലേ അതാണ്. നമ്മുടെ പാർട്ടി ആയതുകൊണ്ടാണ് ഇങ്ങനെ ആയത്. അതിനെ പറയാതിരിക്കാൻ പറ്റില്ല. CPM ആണോ? ആണ്. അന്ന് ഒരു പാർട്ടി പ്രവർത്തനം എന്ത് തോന്നുന്നു? എന്ത് തോന്നാ? ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ കൂടുതൽ എന്തും ചെയ്യാൻ പറ്റില്ലല്ലോ ഇനി. അതുപോലെ ഈ ദേവസ്വം ബോർഡിന്റെ ഭരണേ വിശ്വാസികൾക്ക് കൊടുക്കണമെന്ന് പറയുന്നത് ശരിയാണോ? വിശ്വാസികൾക്ക് കൊടുക്കേണ്ട ആവശ്യം തന്നെയാണ്. വിശ്വാസമുള്ളവർക്കല്ലേ അതിന്റെ ആവശ്യമുണ്ട്. രാഷ്ട്രീയക്കാർ ചേർന്ന് മുടിക്കാതെ അത് വിശ്വാസികൾ കൊടുത്താലോ? അതാണ് നല്ലത്. പക്ക ഇലക്ഷൻ രണ്ടാണത്. പിണറായി വിജയന് 3ാമത് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി, ഇത്രയേ ഉള്ളൂ. അത് പിണറായി വിജയൻ പെട്ടിരിക്കുകയുള്ളൂ. ഒരുത്തൻ്റെ വോട്ട് കിട്ടില്ല. ഹിന്ദുമത വിശ്വാസികളുടെ വോട്ട് കിട്ടില്ല. കാരണം ഹിന്ദുമതത്തിനെ ചവിട്ടി ചിട്ടിക്കുകയല്ലേ.
ചവിട്ടി വെച്ചിട്ടിരിക്കുകയാണ്. ഇപ്പം ആവശ്യം വന്നപ്പോഴത്തേക്ക് കരകയറാൻ വേണ്ടിയിട്ട് ഒരു അത്താണി അതേ ഉള്ളൂ. അത് ജനങ്ങൾക്കെല്ലാം മനസ്സിലായി. പിണറായി വിജയൻ എന്താ പച്ച മലയാളത്തിൽ പറയുന്നില്ലേ വോട്ട്. നിരീശ്വരവാദിയായ ഒരു മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. ഈ അയ്യപ്പ സംഗമം നടത്തുന്നതിന് പിന്നിൽ വേറെ എന്തെങ്കിലും ഉണ്ട് ലക്ഷ്യമുണ്ട്. അവിടെ പെണ്ണുങ്ങളതിനകത്ത് കയറുന്ന ഇയാൾക്ക് ആ ഒറ്റ ലക്ഷ്യമുള്ളൂ. പെണ്ണുങ്ങളെ കയറ്റി അതിന് ആ പരിപാവനമായ സ്ഥലത്തിന് അത് സേവിക്കണം, അത്രേ ഉള്ളൂ. പിന്നെ തീർച്ചയായിട്ടും തന്നെ രാഷ്ട്രീയക്കാർ ഭരിക്കുന്നത് രാഷ്ട്രീയക്കാരുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് രാഷ്ട്രീയക്കാർ ഭരിക്കുന്നത്. അല്ലാതെ ദൈവങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാറില്ല. ഹിന്ദു വിശ്വാസത്തിൽ തന്നെ ഭരിക്കണം. ദേവസ്വം ബോർഡ് സർക്കാരിന്റെ കയ്യിലെ കളിപ്പാവ. ദേവസ്വം ബോർഡ് രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുമ്പം ദേവസ്വം ബോർഡ് സർക്കാരിൻ്റെ കളിപ്പാവ. അവിടുന്ന് പൈസ അടിച്ചു മാറ്റാനുള്ള പരിപാടി ഒരു മീഡിയ, അത്രേ ഉള്ളൂ. അങ്ങനെയൊക്കെ ഈശ്വരി കുറേ പണം വരും, അത്ര തന്നെ. അയ്യപ്പ സംഘത്തിൽ ആൾ കൊണ്ട് ഇഷ്ടം പോലെ കൊടുക്കണം അയ്യപ്പനെ. ആ കോടിക്കണക്കിന് രൂപ അങ്ങനെ വർഷം തോറും കിട്ടും. അതുകൊണ്ട് കഴിഞ്ഞ വർഷമൊക്കെ എന്തെല്ലാം കോലാഹലം ഉണ്ട് അങ്ങനെ ഇരുന്ന സമയത്ത്. ഇപ്പോൾ പണം കണ്ടപ്പോൾ അങ്ങനെ അയ്യപ്പ സംഘം ഉണ്ടാക്കുന്നു, അങ്ങനെ പാർട്ടി വളരാൻ വേണ്ടി. അല്ലാതെ അങ്ങനെ ഭക്തി കൊണ്ടും ചെയ്യണമെന്നൊന്നുമില്ല, പണത്തിന് വേണ്ടി ചെയ്യുന്നതാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഹിന്ദുക്കളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയാണോ? ഹിന്ദുക്കളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിരുന്ന് പറയാൻ പറ്റില്ല. 9 വർഷം ഇല്ലാതിരുന്ന ഒരു അയ്യപ്പ സംഘം ഇപ്പോൾ ഇലക്ഷൻ മുൻനിർത്തി സോപ്പിടാൻ വേണ്ടി ചെയ്യുന്നത്. അല്ല, അതിൽ ഹിന്ദുക്കൾ വീഴുവോ? ഇല്ല, വീഴൂല. ബുദ്ധിയുള്ളവരാരും വീഴൂല. ഇത്രയും കണ്ടതല്ലേ ഹിന്ദുക്കൾ ശബരിമല പോയ കുട്ടികളെ പെണ്ണുങ്ങളെ എന്തെല്ലാം പാടുപെടുത്തി. അതുകൊണ്ട് ആരെങ്കിലും വീഴുമോ അതിൽ? അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേവസ്വം ബോർഡ് നമ്മുടെ ഈ പൊളിറ്റിക്കൽ പാർട്ടിക്ക് രാഷ്ട്രീയക്കാർക്ക് കൊടുക്കാതെ ഹിന്ദുമത വിശ്വാസികൾ, ഉറച്ച ഹിന്ദുമത വിശ്വാസികളെ ഏൽപ്പിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും. അത് വർഷം കടന്നുപോയി, കാലം കടന്നുപോയി. ഇതിന് മുമ്പേ ചെയ്യേണ്ടതായിരുന്നു. അതുകൊണ്ടുള്ള ഗുണം എന്താണ് ചേച്ചി തോന്നുന്നത്? ഹിന്ദുമത വിശ്വാസികളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഗുണം ഉണ്ടാവും, എന്തൊക്കെ തരത്തിൽ ഗുണം ഉണ്ടാവും എന്നാണ് ചേച്ചിക്ക് തോന്നുന്നത് അങ്ങനെ കൊടുത്താൽ? അല്ല, ഹിന്ദുക്കളായ ആളുകൾക്ക് നല്ല മേൽഗതി ഉണ്ടാവുകയും ചെയ്യും, അത് വിശ്വാസവും കൂടും, എല്ലാം കൊണ്ട് നല്ല പ്രയോജനമായിരിക്കും ചെയ്തു കഴിഞ്ഞാൽ. ആവശ്യമില്ലാത്ത കാര്യമാണത്. എന്തുകൊണ്ടാണ് ആവശ്യമില്ലാത്തത്? ഈ സാമ്പത്തിക ബുദ്ധിമുട്ടും ഇതെല്ലാം കിടക്കുന്ന കാലത്ത് ഇത് അത്യാവശ്യമാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അതിനല്ല. 9 വർഷമായി ഇല്ലാത്ത അയ്യപ്പ സംഗമം ഇലക്ഷൻ സ്റ്റണ്ട് ആണോ? തന്നെ അത് അത്രേ ഉള്ളൂ. അത് ഇവരുടെ ഹിന്ദു മത വിശ്വാസികളെ കയ്യിലെടുക്കാനുള്ള ഈ തന്ത്രം വിജയിക്കുമോ? അതിനെപ്പറ്റി ഞാൻ ഒന്നും പറയില്ല. കാര്യം അവരുടെ രീതിയാണ്. അത് അവർ മനസ്സിൽ എന്താണ് ചിന്തിക്കുന്നത് അത് ചെയ്യട്ടെ എന്നുള്ളത് മാത്രം. ദേവസ്വം ബോർഡുകൾ വിശ്വാസികളെ ഏൽപ്പിക്കേണ്ട കാലമായി. അത് ഗുണമാവോ? ആവണം എന്നുള്ളതാണ് പ്രതീക്ഷ. പിന്നെ ബാക്കിയുള്ള കാര്യം മറ്റുള്ളവരുടെ ഇത്. ദൈവം ഉണ്ടായാലും ഇല്ലെങ്കിലും പ്രകൃതി നിയന്ത്രിക്കുന്ന ഒരു സൂപ്പർ നേച്ചർ പവറുണ്ട്. അത് ഒരു പ്രത്യേക ശക്തിയാണ്. കാരണം മനുഷ്യൻ എത്ര ഫോർവേഡാണെങ്കിലും കമ്പ്യൂട്ടർ സയൻസും ടെക്നോളജിയൊക്കെ വന്നെങ്കിലും പ്രകൃതിയുടെ മുമ്പ് പല കാര്യത്തിലും ഇപ്പോഴും തോറ്റു പോകുന്നു. ഉദാഹരണം മറ്റേ അതിൻ്റെ പേരുതൊരു ഉരുൾപൊട്ടലല്ലാതെ ഒരു സുനാമി, അങ്ങനത്തെ സംഭവങ്ങൾ ഒരു പരിധിക്കുള്ള മനുഷ്യന് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്തുന്നതിൽ എത്ര ആത്മാർത്ഥമുണ്ടെന്ന് എനിക്കറിയില്ല. കാശ് കൂടുതൽ കളക്ട് ചെയ്യുകയാണ് അവരുടെ മെയിൻ ഉദ്ദേശം. വളരെ കാലമായിട്ട് വിചാരിച്ചിട്ട് നടക്കാതിരുന്ന കാര്യമാണ്. അത് നല്ല രീതിയിൽ നടന്നാൽ മതിയായിരുന്നു. കോടികൾ ചിലവഴിക്കുന്നതിനോട് യോജിപ്പില്ല. അത് പാവപ്പെട്ടവർക്ക് വേണ്ടി ചിലവഴിക്കാം. അല്ലാതെ ഈ ആർഭാടം കാണിച്ചിട്ടോ മന്ത്രിസഭയുടെ വാർഷികം കൊണ്ടാടിയിട്ടോ ഒന്നും കാര്യമില്ല. ഹിന്ദുമത വിശ്വാസികളുടെ വിശ്വാസത്തിൽ കൈവയ്ക്കലല്ലേ ഈ അയ്യപ്പ സംഗമം? അതെ, ഇപ്പം ഭരിക്കുന്നവർക്ക് തന്നെ ദൈവവിശ്വാസം കുറവാണല്ലോ, സ്റ്റേറ്റ്ലെസ്സാണ്, അപ്പോൾ നിരീശ്വരവാദികളാണ്. അപ്പോൾ അവർ ഇതിൽ ഇപ്പം മുൻകൂട്ടി ചാടി ഇറങ്ങുന്നത് പണത്തിന് വേണ്ടിയാണോ അതോ അയ്യപ്പനുണ്ട് ആത്മാർത്ഥം കൊണ്ടാണോ എന്നറിയില്ല. 9 വർഷം കൊണ്ട് ഇല്ലാതിരുന്ന അയ്യപ്പ ഭക്തി ഇപ്പോൾ എങ്ങനെ വന്നു? അതെ, അതിനെക്കുറിച്ച് താങ്കൾ ചിന്തിക്കുന്നുണ്ടോ? അതെ, അതാണ് ഇപ്പോൾ ഒരു ആവശ്യം വന്നപ്പോൾ പണത്തിന് പൊതുവെ ഖജനാവ് കാലിയാണ്. അപ്പോൾ പണത്തിന് ആവശ്യം വന്നപ്പോൾ ഇപ്പോൾ ഈ 9 വർഷമായിട്ട് നടക്കാത്തതിന് കുറച്ചുകൂടെ താല്പര്യം കാണിക്കുന്നു. അതുകൂടി മാത്രമാണോ അതോ ഇലക്ഷൻ സ്റ്റണ്ടും കൂടെയാണോ ഇത്? ഇലക്ഷൻ്റെ കൂടെ ഒരു ഇതാണ്. ഇപ്പോൾ ഇത് ക്ഷേമ പെൻഷൻ കൂട്ടിയത് തന്നെ ഇലക്ഷൻ്റെ ഒരു ഇതിന് വേണ്ടിയാണ്. വരും തിരഞ്ഞെടുപ്പിൽ ഈ അയ്യപ്പ സംഗമം റിഫ്ലക്റ്റ് ചെയ്യുമോ? അതെനിക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ.
എന്തായാലും പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത്, പ്രകൃതി നിയന്ത്രിക്കുന്ന സൂപ്പർ നേച്ചർ പവറുണ്ട്, ഒരു ശക്തിയുണ്ട്, അത് ഉറപ്പാണ്. അതെ, അവിടെ മനുഷ്യൻ തോറ്റു കൊടുത്തേ പറ്റൂ. അത്രേ ഉള്ളൂ. ദേവസ്വം ബോർഡ് പോലുള്ള സ്ഥാപനങ്ങൾ ഈ പൊളിറ്റിക്കൽ ആൾക്കാർ ഭരിക്കണോ അതോ വിശ്വാസികളുടെ കയ്യിൽ ഏൽപ്പിക്കണോ? താങ്കളുടെ അഭിപ്രായത്തിൽ എന്താണ്? വിശ്വാസികൾ ഇത് സ്വതന്ത്രമായി കൈകാര്യം ചെയ്യുന്നതല്ലേ നല്ലത്? വിശ്വാസികളിൽ തന്നെ ആത്മാർത്ഥതയുള്ളവരായിരിക്കണം. സ്വന്തം കാര്യത്തിനേക്കാൾ മതത്തോട് ദൈവത്തോടുള്ള ആത്മാർത്ഥത, ധാർമ്മിക ബോധം ഇതൊക്കെ ഉണ്ടാവണം. അതുണ്ടോ ഇപ്പോഴത്തെ സർക്കാരിനോ അല്ലെ ദേവസ്വം ബോർഡിനോ? അത് വളരെ കുറവാണ്. അപ്പോൾ അതിനൊരു മാറ്റം അങ്ങനെ പണ്ടൊക്കെ ആൾക്കാരുണ്ടായിരുന്നു, ഇപ്പം അതില്ല. എൻ്റെ വ്യക്തിപരമായി പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമാണ്. കാരണം നമ്മൾ പഴയ കമ്മ്യൂണിസ്റ്റുകാർ വയസ്സാകുമ്പോഴത്തേക്ക് ഭക്തിയിലോട്ട് മാറുന്ന കണ്ടിട്ടുണ്ട്. പല എൻ്റെ റിലേറ്റീവ്സെല്ലാം ആദ്യകാലങ്ങളിൽ ഒരു 25-30 വയസ്സ് കാലങ്ങളിലെല്ലാം ഭയങ്കര കമ്മ്യൂണിസം ആയിരിക്കും. കുറച്ച് ഒരു 50 വയസ്സ് പെൻഷൻ പറ്റാറാകുമ്പോഴത്തേക്ക് അവർ ക്ഷേത്രങ്ങളിൽ പോവും, ഗുരുവായൂരപ്പനെ കാണും, എല്ലാം ഭക്തി മാർഗത്തിൽ. അതേപോലെ ഇപ്പോൾ കമ്മ്യൂണിസം വയസ്സായതുകൊണ്ട് ഇനി ഭക്തി മാർഗത്തിൽ വന്നാലേ രക്ഷയുള്ളൂ, അവസാനത്തെ പിടിയാണ്. ഇതൊരു ഇലക്ഷൻ സ്റ്റണ്ടാണോ അതോ അതായിരിക്കാം. പക്ഷേ എനിക്ക് സന്തോഷം, അവർ ഭക്തിയിലോട്ട് വരുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. സഖാക്കന്മാർ ഇതോടുകൂടി നന്നാവുമോ? അല്ല, അത് അവർ ചീത്തയൊന്നുമല്ല, നല്ലത് തന്നെയാണ്. പക്ഷെ അവരെ പ്രവൃത്തിയിലുള്ളൂ. നമുക്ക് ഒരു അത്യാവശ്യത്തിന് എനിക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് സഹായത്തിന് കിട്ടുന്നത് അവരാണ്. അത് പാർട്ടി പറയല്ല. ഇപ്പം നമ്മുടെ ഇപ്പോൾ അസോസിയേഷൻ ആയിരുന്നാലും ശരി, നമ്മുടെ ഒരു മരണമായിരുന്നാലും ശരി, ഈ നാട്ടിൽ നമുക്ക് ആൾക്കാരുണ്ട്. പക്ഷേ അവരെ വ്യക്തിബന്ധം നമുക്ക് താല്പര്യമാണ്. ഈ അയ്യപ്പ സംഗമം ഹിന്ദുമത വിശ്വാസികളുടെ ആചാരങ്ങളിൽ ഒന്നും അടിച്ചേൽപ്പിക്കലൊന്നും ഉണ്ടാവുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. എന്ത് പറയുക, ഹിന്ദുമത വിശ്വാസികൾക്ക് ഗുണമുണ്ടോ ഈ അയ്യപ്പ സംഗമം കൊണ്ട്? അല്ല, ഹിന്ദുമത വിശ്വാസികൾക്ക് അതൊരു സന്തോഷമാണ്. നമുക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അവർ ചെയ്യുന്നതിൽ നമ്മൾ സന്തോഷിക്കുകയാണ് വേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. ഖജനാവിൽ പൈസയില്ല, പക്ഷേ കോടികൾ മുടക്കി ഇത് ചെയ്യും. അതൊരു വാസ്തവമാണെന്ന് പറഞ്ഞാൽ പല ക്ഷേത്രങ്ങളും പോകുമ്പോഴത്തേക്ക് അത് ക്ഷേത്രങ്ങൾ ഒന്ന് പെയിൻറ്റ് ചെയ്യാൻ പോലുമില്ല. ഇപ്പം കഴിഞ്ഞ തവണ നമ്മൾ ചിറയൻകീഴ് ശർക്കര കോവിലിൽ പോയി. ക്ഷേത്രത്തിൽ ഉത്സവ സമയത്ത് പെയിൻ്റ് അടിച്ചിട്ടില്ല. മഹാവൃത്തികേടായിട്ട് കിടക്കുന്ന, സഹിക്കില്ല. ഭയങ്കരമായിട്ട് എനിക്ക് വിഷമം. ഒരു വർഷത്തിലൊരിക്കൽ ഉത്സവം നടക്കുന്ന സമയത്തെങ്കിലും അതൊന്ന് വൈറ്റ് വാഷ് ചെയ്ത് ഇത് ചെയ്യണം. അത് ചെയ്യുന്നില്ല. അത് എന്തുമാത്രം ക്ഷേത്രങ്ങളാണ് ഈ ശബരിമലയുടെ വരുമാനം കൊണ്ട് മാത്രം നമുക്ക് നടത്തിക്കൊണ്ട് പോകുന്നത്. അത് എന്താ മോശം. അതൊരു തർക്കം എന്ന് വെച്ചാൽ മറ്റ് ജനങ്ങളും അല്ല പബ്ലിക് കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അവിടെയും രാഷ്ട്രീയം വരുന്നു. അതിനോട് നമുക്ക് ഇതില്ല. ദേവസ്വം ബോർഡ് അടക്കം രാഷ്ട്രീയത്തിലാണ് പ്രവർത്തിക്കുന്നത്. ദേവസ്വം ബോർഡിനെയൊക്കെ ഈ ഭക്തന്മാരുടെ കയ്യിലേക്ക്, അതായത് സത്യസന്ധരായ ഭക്തരുടെ കയ്യിലേക്ക് ദേവസ്വം ബോർഡ് ഏൽപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? അത് ഈ രാഷ്ട്രീയക്കാർക്കാളും അപ്പുറം അങ്ങനെ എന്ത് തോന്നുന്നു? ദേവസ്വം ബോർഡ് അല്ല, ഇപ്പം സർക്കാരാണല്ലോ ഇത് നോക്കുന്നത്. ഹിന്ദുമതത്തിൽ അങ്ങനെ നമുക്കിപ്പം മറ്റ് സമുദായങ്ങൾ ഇതുപോലെ ഒരു ഓർഗനൈസേഷൻ ഇല്ല, എല്ലാവരും കൂട്ടായ്മ ഇല്ല, യോജിപ്പില്ല, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം. അതുകൊണ്ട് സർക്കാർ ഉള്ളത് നല്ലത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ദേവസ്വം ബോർഡ് അങ്ങനെ കുത്തഴിഞ്ഞു പോകും. പിന്നെ ഇതിനും കാട്ടിയും വൻ പ്രശ്നമാണ്. ഇതിനും കാട്ടിയും പ്രശ്നമാവുമെന്നാണ്, തമ്മിലടിയാവും. അതിനും കാട്ടി നല്ല ഒരു നിയന്ത്രണം വേണ്ടത് ആവശ്യമാണ്. പിന്നെ എല്ലാവരും കൈയിട്ട് വരും. അതാണ്. അതുകൊണ്ട് ദേവസ്വം ബോർഡ് ഉള്ളത് നല്ലത് തന്നെയാണ്. ഗുണമുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ എന്ന് വെച്ചാൽ ബാക്കി സംസ്ഥാനങ്ങളിൽ നിന്നും എല്ലാം വേറെ രാഷ്ട്രങ്ങളിൽ നിന്ന് ഉൾപ്പെടെ വരുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് അത് പ്രയോജനപ്രദമായിരിക്കും എന്നാണ്. അയ്യപ്പന്മാരുടെ കൂട്ടായ്മ. കോടിക്കണക്കിന് രൂപ ഇതിനു വേണ്ടി ചെലവഴിച്ചാൽ പാവപ്പെട്ടവർക്ക് വേണ്ടി ചെലവഴിക്കേണ്ട കാശല്ലേ ഇത് സർക്കാർ? ദേവസ്വം ബോർഡിൽ നിന്നുള്ള പൈസയാണ് ചിലവാക്കുന്നത്. നിരീശ്വരവാദിയായ ഒരു സർക്കാർ ഭരിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് ഈ പറഞ്ഞ പോലെ അയ്യപ്പ സംഗമം നടത്തുന്നത് നല്ലതാണോ? ഇപ്പം വിശ്വാസം ഉണ്ടെന്നുള്ളതാണല്ലോ. തീർച്ചയായും വിശ്വാസത്തെ അംഗീകരിച്ചിട്ടുണ്ടല്ലോ ഇപ്പം. അതുകൊണ്ട് കാര്യം. ഈ 9 വർഷമായി ഇല്ലായിരുന്ന ഒരു അയ്യപ്പ സംഗമം ഇപ്പോൾ നടത്തുന്നത് ഇലക്ഷൻ സ്റ്റണ്ടാണോ? അല്ല, ഇലക്ഷൻ സ്റ്റണ്ടൊന്നും അല്ല. വികസനമാണ് ഉദ്ദേശിക്കുന്നത് അവർ മെയിനായിട്ട്. എയർപോർട്ട് വരണം, പിന്നെ റെയിൽവേ വരണം, അങ്ങനെയുള്ള വികസന പ്രവർത്തനങ്ങളാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഈ അയ്യപ്പ സംഗമം വഴി കേരളത്തിന് ഗുണമുണ്ടാവുമെന്നാണ് വിശ്വാസം. ടൂറിസ്റ്റുകളെ കൂടുതൽ ആകർഷിക്കാൻ കഴിയുമെന്നാണ് വിശ്വാസം.
പിന്നെ അതുകൊണ്ട് ഈ ദേവസ്വം ബോർഡ് നമ്മുടെ ഈ ഹിന്ദുമത വിശ്വാസികളെ ഏൽപ്പിക്കുന്നതാണോ നല്ലത്, അതോ രാഷ്ട്രീയക്കാരെ കൊണ്ട് ഭരണം ഏൽപ്പിക്കണോ ഈ ദേവസ്വം ബോർഡ്? അതിന് കൃത്യമായൊരു മറുപടി പറയാൻ കഴിയില്ല ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് എന്നാലും ഈശ്വരവിശ്വാസികളായിട്ടുള്ള ആൾക്കാർ ചെയ്യുന്നതല്ലേ നല്ലത്, പൊളിറ്റിക്സ് ഇല്ലാതെ തോന്നുന്നു. എന്നാലും ഈശ്വരവിശ്വാസികൾ ഇതിപ്പം ഇതിലുള്ളവർ ഇപ്പം ഭരണം നടത്തുന്നവർ ഈശ്വരവിശ്വാസികളെ മാത്രമേ അവിടെ ഇരുത്തുന്നുള്ളൂ സ്ഥാനങ്ങളിൽ. ഒരു പ്രസിഡൻ്റ് ആയാലും പ്രസിഡൻ്റൊക്കെ ഈശ്വരവിശ്വാസികൾ തന്നെയാണ്. ആവശ്യമില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല, ചുമ്മാ എന്തിനാ പൈസ ചിലവാക്കും. പാവപ്പെട്ടവർക്ക് ഗുണകരമായ കാര്യങ്ങൾ ചെയ്യണമായിരുന്നു അല്ലേ? അത് ഇഷ്ടംപോലെ ചെയ്യാൻ കാര്യങ്ങളുണ്ടല്ലോ ഇവിടെ. ഈ 9 വർഷമായിട്ട് ഇല്ലാതിരുന്ന അയ്യപ്പ സംഘം ഇപ്പോൾ നടത്തുന്നതിന് പിന്നിൽ രാഷ്ട്രീയ ഇടപെടലാണോ അല്ലെങ്കിൽ ഇലക്ഷൻ മുന്നിൽ കണ്ടുള്ള കളിയാണോ? അത് എനിക്ക് പറയാൻ ഒന്നുമില്ല. എന്നാൽ ഇത് നല്ല കാര്യമാണോ? നല്ലതല്ല, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വിശ്വാസികളെ ഏൽപ്പിക്കണോ ദേവസ്വം ബോർഡ്? എന്തുകൊണ്ട് താങ്കളുടെ അഭിപ്രായം? വിശ്വാസികളെ അവരെ ഏൽപ്പിക്കില്ലല്ലോ, കാരണം അതൊക്കെ ഇതിലെല്ലാം വരുമാനമുള്ളൂ. ഞങ്ങളെ ഏൽപ്പിക്കാൻ പറ്റില്ല അവർക്ക്. ക്ഷേത്രങ്ങളിൽ നിന്നുള്ള വരുമാനം അടിച്ചു മാറ്റുകയാണോ ഇവരുടെ പരിപാടി? അതെ. ശരിക്കും അങ്ങനെ വിശ്വാസികളെ, സത്യസന്ധരായിട്ടുള്ള വിശ്വാസികളെ ഏൽപ്പിച്ചാൽ നന്നായി പോവില്ലേ? അങ്ങനെ ഒരിക്കലും നടക്കാത്ത കേസിന്. സംഘടനയെ ഏൽപ്പിച്ചാലോ, ഏതെങ്കിലും ട്രസ്റ്റിനെയോ സംഘടനയോ ഏൽപ്പിച്ചാലോ? ട്രസ്റ്റ് ഏൽപ്പിച്ചാൽ കൊള്ളാം, സർക്കാരിൻ്റെ കൊടുക്കായിരുന്നത്. രഹസ്യം വേറൊന്നുമല്ല, ഈ വിശ്വാസികളായ ജനങ്ങളെ കയ്യിലെടുക്കുക, അതാണ് ലക്ഷ്യം. ഇലക്ഷൻ സ്റ്റണ്ടാണോ? തീർച്ചയായിട്ടും. അതല്ലാതെ അധികാര സ്ഥാനത്തേക്ക് എത്തുക, അത് തന്നെയാണ് സംസ്ഥാന സർക്കാരും കേന്ദ്ര ഗവൺമെൻറ്റും ഈ മതം ഉപയോഗിക്കുന്നത്, ഈ ദൈവങ്ങൾ ഉപയോഗിക്കുന്നത്. ഇലക്ഷനിൽ അതുകൊണ്ട് ഗുണമുണ്ടാവുമോ? തീർച്ചയായിട്ടും ഉണ്ടാവും. പിന്നെ ഈ കോടികൾ മുടക്കി ചെലവഴിക്കുന്നതേ ഈ പാവപ്പെട്ടവർക്ക് ഗുണമുണ്ടാവും? പാവപ്പെട്ടവൻ ഇവിടെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. അവൻ എങ്ങനെ പോയാലും അവർക്ക് പ്രശ്നമില്ല. പ്രതിഷേധിക്കാനുള്ള കരുത്ത് ഉള്ള ജനങ്ങളുമില്ല, അതിന് നേതൃത്വം കൊടുക്കാനുള്ള നേതാക്കളുമില്ല. യാതൊരു വികസനമുള്ള ഇപ്പം തന്നെയുള്ള അയ്യപ്പന്മാരൊക്കെ ഉൾക്കൊള്ളാനും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്യാനും ഒന്നും ഈ സർക്കാരിന് സാധിക്കുന്നില്ല. അപ്പോൾ സർക്കാരിൻ്റെ ഒരു പ്രായശ്ചിത്തമാണോ ഇത്? അല്ല, സർക്കാർ അതായത് ഈ മതത്തെ ഉപയോഗിച്ച് അതിൽ അതായത് അന്ധവിശ്വാസത്തിലും അനാചാരത്തിലും സമൂഹം ആണ്ടിറങ്ങിപ്പോയി. അവനതാണ് ഇഷ്ടം. അപ്പോൾ അയ്യപ്പ എന്തായിരുന്നാലും ശരിയാണ്, ദൈവങ്ങളെയും മതങ്ങളെയും പിടിക്കാൻ പാടില്ല, ദൈവങ്ങളെ പിടിക്കാൻ പാടില്ല, ദേവാലയങ്ങളെ പിടിക്കാൻ പാടില്ല, ബാക്കി എന്ത് ചെയ്താലും ജനം അനങ്ങില്ല. നിരീശ്വരവാദിയായ പിണറായി വിജയൻ തന്നെ ഇതിന് മുന്നിട്ടിറങ്ങി. അദ്ദേഹം ഒരിക്കലും നിരീശ്വരവാദിയല്ല. ഈശ്വരവിശ്വാസിയാണോ? തീർച്ചയായിട്ടും അദ്ദേഹവും അവരുടെ കുടുംബം മുഴുവനും ഈശ്വരവിശ്വാസികൾ തന്നെ. അതിങ്ങനെ പരസ്യമായി പ്രചരിപ്പിക്കാനായിട്ട് പറ്റുന്നില്ലെന്നുള്ളതാണ്. പിന്നെ മാത്രമല്ല, അങ്ങനെ ഒരു രാജകീയ ഗജകേശ്വരി യോഗത്തിൽ ജനിച്ച ആളുമാണ്. അങ്ങനെ ഏൽപ്പിച്ചാൽ ദേവസ്വം ബോർഡ് ജീവനക്കാർ പിന്നെ ഇവിടെ ശമ്പളവും മറ്റു കാര്യങ്ങളും ഒന്നും കിട്ടില്ല. ഇന്ന് ഗവൺമെൻറ് ജീവനക്കാർക്ക് കിട്ടുന്ന അതേ ശമ്പളം സംഘടിത തൊഴിലാളി വർഗം നേടിക്കൊടുത്തതാണ്, അതൊന്നും കിട്ടില്ല. ഒരു തിരി പോലും കത്തിച്ച് വയ്ക്കാൻ നിവൃത്തിയില്ലാത്ത ക്ഷേത്രങ്ങളിലെ പൂജാരികൾക്ക് പോലും ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം സർക്കാർ കൊടുക്കുന്നുണ്ട്. പൊതു ഖജനാവിലെ പൈസ ആണ് അത് കൊടുക്കുന്നത്. അത് എല്ലാ ജാതി മതക്കാരുടെയാണ്. നല്ലതാണോ ദേവസ്വം ബോർഡ് തന്നെ? ദേവസ്വം ബോർഡിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം കിട്ടുന്നില്ല. പക്ഷേ ദേവാലയങ്ങൾ കുറേ കൂടെ മെച്ചപ്പെടും. പക്ഷേ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അത് പഴയതുപോലെയാണ്. കാരണം ഒരു ദിവസം ഒരു തിരി കത്തിച്ച് വയ്ക്കാൻ പറ്റാത്ത ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾ കേരളത്തിൽ ഞാൻ പല സ്ഥലത്തും ശബരിമല സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് പോയ സമയത്ത് ഞാൻ കണ്ടു. അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട്. ദേവസ്വം ബോർഡ് ഭരണം ജീവനക്കാർക്ക് പിന്നെ അതാണ് പ്രയോജനം. അതല്ല ജനങ്ങൾക്ക് പ്രയോജനം അത് ഏൽപ്പിക്കുന്നത് ആരാണെന്ന് അറിയാൻ പറ്റില്ല. ലാഭയിച്ചയോടുകൂടി പ്രവർത്തിക്കുന്നവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആകെ കുഴപ്പമാകും. ഈ ശബരിമലയിൽ നിന്ന് കിട്ടുന്ന വരുമാനം അടക്കം ദേവസ്വം ബോർഡ് നന്നായി ചെലവഴിക്കുന്നു തോന്നുന്നുണ്ടോ? ശബരിമലയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഈ ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും കൊടുക്കാൻ സാധ്യമല്ല. പൊതു ഖജനാവിലെ പൈസയും കൂടി എടുത്താൽ കൊടുക്കാനൊക്കെ ഉള്ളൂ. ആ പൊതു ഖജനാവിൽ പൈസ കൊണ്ടിടുന്ന എല്ലാ മതസ്ഥരുമാണ്.